ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഉച്ചവരെ എക്സാമും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആഘോഷങ്ങളൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് മക്കൾക്കൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ എവിടെ നോക്കിയാലും മക്കളെല്ലാവരും റെഡും വൈറ്റും ഡ്രസ്സുകളായിരുന്നു. നല്ല കളറായിരുന്നു. നല്ല എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക അഴകും പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരുന്നു. കുറേ മക്കൾ ടീച്ചറെ ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുകയോ ഞങ്ങൾക്കും ചാനലിൽ വരണം, ടീച്ചർ ഇത് ചാനലിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ. ചിലവരാണെങ്കിൽ നാണിച്ചിട്ട് മുഖമൊക്കെ പൊത്തിയിട്ട് ഈ മുഖം ഇങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടുകയായിരുന്നു. അങ്ങനെ കുറേ പേര് ഇങ്ങോട്ട് ഓടി വരിക, ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് ഓടി വരിക. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ഭയങ്കര കൗതുകമായിരുന്നു ഇതൊക്കെ. അതായത് അവരാദ്യമായിട്ടാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കുന്നത്. അവർക്ക് അപ്പൂപ്പൻ, പിന്നെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നതും പിന്നെ പുൽക്കൂടും ഇതെല്ലാം അവർക്കൊരു കൗതുകമായിരുന്നു. അവർക്കതൊരു ആഹ്ലാദമായിരുന്നു. അവരിത് കാണാത്തതാണല്ലോ, അവർ KG മക്കളാണല്ലോ. അപ്പോൾ അവരിതൊന്നും കാണാത്തതാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തത്. എല്ലാവരും ഇതേ ഒരുപാട് കാർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ടീച്ചർക്കുള്ള ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമ്മമാരുടെ സഹായത്താൽ നല്ല നല്ല കാർഡുകൾ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ എല്ലാവരും അതെ വാങ്ങിക്കുന്നതല്ല, എല്ലാവരും ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ മക്കൾ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടാകുന്ന ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു 6 വർഷം മുന്നേ ഇതുപോലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അന്നായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അതായത് ഇതെല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചേ പോവുള്ളൂ, ഒരു 10-15 മിനിറ്റേ നടക്കാവുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിലോ നടന്നിട്ടൊരു ഒരു ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. ആ നടക്കുന്ന സമയത്താണ് ഒരു പെട്ടി വണ്ടി ഉണ്ടല്ലോ, പെട്ടി ഓട്ടോറിക്ഷ എന്ന് പറയും, ആ പെട്ടി ഓട്ടോറിക്ഷ വന്നിട്ട് ഇടിച്ച് തെറിപ്പിച്ചു. തെറിച്ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഡ്രൈവർക്കുണ്ടല്ലോ, ആ പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഷുഗർ കൂടുതലായിട്ട് കണ്ണൊന്നും കാണാതെയായി. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിൻ്റെ തലവേദനയൊക്കെ ആയിട്ടാണ് തോന്നുന്നു അയാൾക്ക് കണ്ണ് കാണാതെയായി. അങ്ങനെ അതിങ്ങനെ ഇളകി വന്നിട്ട് നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചു. അതായത് നമ്മൾ ഇങ്ങനെ അരികത്ത് കൂടെ പോവുമായിരുന്നു. അപ്പോൾ എല്ലാവരും അതെ അപ്പോഴേ മരിച്ചു എന്നൊക്കെ പറഞ്ഞതാണ്. അതായത് കരിങ്കല്ലിങ്ങനെ കൂട്ടിയിട്ടുണ്ട് മെറ്റലൊക്കെ, അതിൻ്റെ മുകളിൽ ചെന്നിട്ടാണ് തലയിടിച്ച് വീണത്. അങ്ങനെ തലയിൽ ഒരുപാട് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ബോധം വരികയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവസാനം മലയിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അങ്ങനെ എല്ലാ ചികിത്സകളൊക്കെ നടത്തിയത്. അപ്പോൾ നടുവിന് അതെ ഭയങ്കര വേദനയും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയൊരു ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇന്നലെ അതേ ദിവസം വന്നപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വന്നത്. അതായത് അന്ന് അനുഭവിച്ച കുറേ ടെൻഷനുകൾ, പിന്നെ കുറേ മാസങ്ങൾ, അതായത് 2-3 മാസമൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായ കുറേ ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെയ്ത പോലെ തോന്നുന്നത്. അതായത് വീണ്ടും നമുക്ക് പഴയ സ്ഥിതിയിൽ നമുക്ക് നടക്കാനും ഓടി നടക്കാനും എല്ലാറ്റിനും സാധിച്ചുവല്ലോ. പിന്നെ എൻ്റെ കുഞ്ഞുമക്കളായിട്ട് കുറേ കളിച്ചു, അവരുടെ കൂടെ കളിച്ചു. പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ, ഓരോ ക്ലാസ് റൂമുകളിലും സ്പീക്കർ വെച്ചിട്ട് ആ സ്പീക്കറിലൂടെ ഇങ്ങനെ പാട്ട് വന്നിരുന്നു. അപ്പോൾ പാട്ടിനൊപ്പം മക്കളുടെ കൂടെ കളിച്ചു, അവരും ഒപ്പം കളിച്ചു. അവർക്കിത് ഭയങ്കര എൻജോയ് തന്നെ. പിന്നെ ഫോട്ടോ എടുത്തു, അതായത് HM പിന്നെ ടീച്ചേഴ്സ് എല്ലാവരൊക്കെ വന്നിട്ട്, കുറച്ച് പേരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, അതായത് നല്ല ആഘോഷമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു വിരുദ്ധൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചറെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. അപ്പോൾ നമ്മൾ 4-5 വരികളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് പൊന്നിൻ്റെ എന്താണ് ചിന്താഗതി, എന്താണ് ഇന്നത്തെ ആഘോഷത്തിനെ കുറിച്ചിട്ട് പൊന്നൻ ഒരു 2 വാക്ക് പറയുന്നതാണ്. അപ്പോൾ അവൻ കൂളായിട്ട് കുറേ സംസാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു.